പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും പുതിയ ഇൻസ്റ്റഗ്രാം റീലുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം. പ്രത്യേകിച്ച് ജെന്നിസർ തലമുറയ്ക്കിടയിൽ ഈ റീലുകൾ വലിയ രീതിയിൽ വൈറലാകുകയാണെന്നതാണ് വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ പ്രതികരണങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. വെറും 2 റീലുകൾ മാത്രം പോസ്റ്റ് ചെയ്തിട്ടും ലക്ഷക്കണക്കിന് ആളുകളാണ് അത് കണ്ടത്. മാത്രമല്ല, വലിയ തോതിൽ പുതിയ ഫോളോവേഴ്സ് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്ക് എത്തിയെന്നതും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. രാഷ്ട്രീയ ആശയവിനിമയത്തിന്റെ രീതികൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. ഒരു കാലത്ത് ടെലിവിഷൻ അഭിമുഖങ്ങൾക്കും പൊതുസമ്മേളനങ്ങളുമായിരുന്നു നേതാക്കളുടെ പ്രധാന ആശയവിനിമയ മാർഗം. ഇന്ന് അതിന്റെ വലിയൊരു പങ്ക് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിനിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇൻസ്റ്റഗ്രാമിൽ പുതിയ രീതിയിലുള്ള റീലുകളുമായി രംഗത്തെത്തിയത്. വലിയ ക്യാമറ സംഘങ്ങളോ സ്റ്റുഡിയോ ലൈറ്റിംഗോ ഇല്ലാതെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നേരിട്ട് ക്യാമറയിലേക്ക് നോക്കി സംസാരിക്കുന്ന രീതിയാണ് ഈ റീലുകളുടെ പ്രത്യേകത. ഇന്ന് നിരവധി യുവ ഇൻഫ്ലുവൻസർമാർ സ്വീകരിക്കുന്ന അവതരണ ശൈലിയുമായി ഇത് സാമ്യമുള്ളതായി പലരും ചൂണ്ടിക്കാട്ടുന്നു. ഈ റീലുകൾ പുറത്തു വന്നതോടെ പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിലും ഷോർട്ട് വീഡിയോ പ്ലാറ്റ്ഫോമുകളിലും ആയിരക്കണക്കിന് മീമുകളും റീലുകളും പ്രതികരണ വീഡിയോകളും പ്രത്യക്ഷപ്പെട്ടു. ഫ്രണ്ട്സ് എന്ന് മോദി പറയുന്ന ഭാഗം ഉപയോഗിച്ച് യുവാക്കൾ വിവിധ സാഹചര്യങ്ങൾ അവതരിപ്പിക്കുന്ന ട്രെൻഡ് വീഡിയോകളും ശ്രദ്ധ നേടി. അതോടൊപ്പം പൂക്കി, ക്യൂട്ടി തുടങ്ങിയ ജെന്നിസഡ് സ്ലാങ്ങുകൾ ഉപയോഗിച്ചുള്ള തമാശ നിറഞ്ഞ കമന്റുകളും മീമുകളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇന്നത്തെ യുവജനങ്ങൾ ദീർഘമായ രാഷ്ട്രീയ പ്രസംഗങ്ങളെക്കാൾ ചെറിയ വീഡിയോകളോടാണ് കൂടുതൽ പ്രതികരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേതാക്കൾ പുതിയ തലമുറ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമുകളിലും അവരുടെ ആശയവിനിമയ രീതികളിലും സാന്നിധ്യം ഉറപ്പാക്കാൻ ശ്രമിക്കുന്നത് പുതിയ കാര്യമല്ല. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ നിരവധി രാഷ്ട്രീയ നേതാക്കളും ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം റീൽസ്, യൂട്യൂബ് ഷോർട്സ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് യുവാക്കളിലേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ട്. മോദിയുടെ പുതിയ റീലുകളും ഈ പ്രവണതയുടെ ഭാഗമാണ്. റീലുകൾ വൈറലായതോടെ സോഷ്യൽ മീഡിയയിൽ 2 തരത്തിലുള്ള പ്രതികരണങ്ങളാണ് കൂടുതലായി കാണുന്നത്. ഒരു വിഭാഗം യുവാക്കളോട് കൂടുതൽ സ്വാഭാവികമായ ഭാഷയിൽ സംസാരിക്കാൻ ശ്രമിക്കുന്ന ഒരു പുതിയ ഡിജിറ്റൽ സമീപനമായാണ് ഇതിനെ കാണുന്നത്. മറ്റൊരു വിഭാഗം സോഷ്യൽ മീഡിയ ട്രെൻഡുകൾ സ്ഥിരമായി ജനപിന്തുണയുടെ കൃത്യമായ സൂചനയല്ലെന്നും വൈറലാകുന്നത് രാഷ്ട്രീയ പിന്തുണയുമായി നേരിട്ട് തുല്യമാക്കാനാവില്ലെന്നും അഭിപ്രായപ്പെടുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. ഫേസ്ബുക്കിൽ നിന്ന് എക്സിലേക്കും യൂട്യൂബിൽ നിന്ന് ഇൻസ്റ്റഗ്രാമിലേക്കും ഇപ്പോൾ ഷോർട്ട് വീഡിയോ പ്ലാറ്റ്ഫോമിലേക്കുമാണ് രാഷ്ട്രീയ ആശയവിനിമയം കൂടുതൽ വ്യാപിക്കുന്നത്. രാഷ്ട്രീയ സന്ദേശങ്ങൾ മാത്രമല്ല, വ്യക്തിപരമായ നിമിഷങ്ങളും ലളിതമായ സംഭാഷണങ്ങളും പങ്കുവെച്ച് പൊതുജനങ്ങളുമായി ബന്ധം ശക്തമാക്കാനുള്ള ശ്രമവും നേതാക്കൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പുതിയ ഇൻസ്റ്റഗ്രാം റീലുകൾ ഒരു സോഷ്യൽ മീഡിയ ട്രെൻഡായി മാറിയിട്ടുണ്ടെന്നത് വ്യക്തമാണ്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഫോളോവേഴ്സ് വർധന, വ്യൂസ്, റെക്കോർഡുകൾ തുടങ്ങിയ വിലയിരുത്തുമ്പോൾ ഔദ്യോഗിക വിവരങ്ങളും സ്വതന്ത്ര പരിശോധനകളും കൂടി പരിഗണിക്കേണ്ടതുണ്ട്. എന്തായാലും ഡിജിറ്റൽ രാഷ്ട്രീയത്തിന്റെ പുതിയ അധ്യായമായി ഈ സംഭവം ചർച്ച ചെയ്യപ്പെടുകയാണ്.